ഹായ് ഹലോ അസ്സാം വലൈക്കും. സുഖമല്ലേ? ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ അല്ലേ, ഇപ്പോൾ എന്തുണ്ടാക്കും അങ്ങനെ കൺഫ്യൂഷനായി. ഒരു 11 മണി വരെ ഞങ്ങൾ ചർച്ചയിലായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ച് അരിയും ചിക്കനും വാങ്ങിയാലോ, ബാക്കിയൊക്കെ ഉണ്ട് ബിരിയാണിക്കുള്ള. അപ്പം നമ്മൾ മല്ലിച്ചപ്പും പുതിനയും കൂടി വാങ്ങിയാണ് കേട്ടോ. അപ്പം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് 2 ദിവസമായിട്ടൊരു ബിരിയാണി കൊതി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ റെഡിയാക്കി. ഉള്ളി അരിയാൻ ഞാൻ ടി വിയിൽ നമ്മളെ ഹൃദയപൂർവ്വം സിനിമ കാണുന്നുണ്ട് മക്കൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ടി വി കണ്ടിരുന്ന് അരിയാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ നിന്ന് എരിഞ്ഞിട്ട് അവർക്കൊക്കെ കണ്ണെരിയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു. അതിൻ്റെ ഇടയ്ക്ക് വാപ്പച്ചി കുറച്ച് ചീരാമുളകൊക്കെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ക്രഷ് ചെയ്യാൻ മിക്സിയിലിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണീൻ്റെ ചോറ് വെക്കാൻ ഗ്യാസുമ്മൽ ഇത് വെച്ചിട്ടോ. അരിയൊക്കെ കഴുകി വെച്ചു. നല്ല വൈറ്റ് റൈസ് ചെയ്യണം. അങ്ങനെ ഇതാ നെയ്യും വെളിച്ചെണ്ണയും അവൾ ചോറ് വെക്കാൻ ഒരുങ്ങാണ്. പിന്നെ ഐഷു തക്കാളി അരിയാന്ന് പറഞ്ഞ് അവൾ വന്ന് തക്കാളി അരിഞ്ഞ് തന്നു. പിന്നെ ഇതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തു. അപ്പോൾ ഇതാ അങ്ങനെ ചോറ് വെക്കാൻ പിന്നെ സ്പൈസസ് ആദ്യം ഇട്ടു, പിന്നെ അരി ഇട്ടു. പിന്നെ ചോറിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ തക്കാളി അരിയുന്ന നെയ്യാത്ത വന്ന് നോക്കുകയാണ്. അങ്ങനെ ഇതാ ചോറ് കാര്യമൊക്കെ തിളച്ച് തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി തൈര് ആക്കി മിക്സാക്കി ഒന്നും കൂടി തൈര് കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ എല്ലാ മസാലകളെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ തൈര് പിന്നെ രണ്ടും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഒന്ന് ഫുള്ളായിട്ടൊന്നും ചേർക്കില്ല കേട്ടോ. അതൊരു അരമുറിയെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതാ സ്പൈസസൊക്കെ എടുത്ത് വെച്ചു. ഇനി നമ്മൾ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഇപ്പോൾ ഒഴിക്കുന്നില്ല കേട്ടോ. നെയ്യ് നമ്മൾ ദമ്മിടുമ്പോൾ ചോറിൽ കുറച്ച് ചേർക്കുകയുള്ളൂ. അധികം നമ്മൾ നെയ്യ് അങ്ങനെ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി ഞാൻ ഉള്ളി ഇട്ടു. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടില്ല. ഉള്ളി നന്നായിട്ട് വഴറ്റണം. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നാൽ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് സമയക്കുറവുള്ളായത് കൊണ്ട് ഞാൻ അത്ര വഴറ്റിയിട്ടില്ല. ഇതിലും വഴറ്റാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി മാക്സിമം എത്രത്തോളം വഴറ്റി കിട്ടുന്നു അത്രത്തോളം വഴറ്റിയെടുക്കുക. പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തു. പിന്നെ തക്കാളി ചേർത്തു. തക്കാളി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടിച്ച് വെച്ചതാട്ടോ. തക്കാളി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചധികം നേരം ആക്കിയിട്ടും പെട്ടെന്ന് അങ്ങനെ ഉടയാത്തൊരു തക്കാളിയാണ്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മസാലകൾ ഇട്ട് കൊടുത്തിട്ടോ. എല്ലാം ഓരോ സ്പൂണ്. ബിരിയാണി മസാല മാത്രം 2 സ്പൂണ്, ബാക്കിയെല്ലാം ഓരോ സ്പൂണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ ബിരിയാണി മസാല 2 സ്പൂണ്, കുരുമുളക് പൊടി ചെറിയ 1 സ്പൂണ് കേട്ടോ. അത്രയാണ് നമ്മൾ മസാല ചേർത്തിട്ടുള്ളൂ. അവിടെ മക്കളൊക്കെ കഴിക്കുന്നുള്ളതുകൊണ്ട് എരിവ് അധികം ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് തന്നെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ചിന്നൂനും മക്കൾക്കും എരിവ് തീരെ പറ്റില്ല. എനിക്കും മക്കൾക്കും അത്യാവശ്യം നല്ല എരിവും വേണം. അപ്പോൾ അവൾ സ്വന്തം ഉണ്ടാക്കുന്നതിൽ എരിവ് കുറവായിരിക്കും. ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എരിവ് അത്യാവശ്യം ഉണ്ടാവും. 2 പേരും കൂടി ഉണ്ടാക്കുന്നതിൽ ഒരു മീഡിയം എരിവ് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ മസാലകളൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മല്ലിയും പുതിനയും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം വഴണ്ട് കിട്ടാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. അധികം നല്ലോണം വഴണ്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മഴ പെയ്തു കേട്ടോ വാഴൻ്റെ ഇല പറിക്കാൻ പോകാൻ. അപ്പോഴത്തേനും മഴ പെയ്തു. അപ്പോൾ ഫോയിൽ പേപ്പർ കഷ്ണം വെച്ച് കൊടുത്താണ്. ഇനി ദമ്മിടാണ് കേട്ടോ. ദമ്മിടാൻ കനൽ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം ദമ്മിട്ട് നമ്മൾ അധികം നേരം വെച്ചിട്ടില്ല. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ നേരം ആയും ചെയ്തു. മക്കൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലായിരുന്നു.
അപ്പം പറഞ്ഞില്ലേ, പെട്ടെന്ന് ആലോചിച്ച് ഇങ്ങനെ എന്ത് വാങ്ങണം എന്തുണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ച് അവസാനം അടുത്തൊരു തീരുമാനമായിരുന്നു ബിരിയാണി. അപ്പോൾ ഉണ്ടാക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാങ്ങാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് മിഠായി വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ എടുത്തു കൊടുത്ത് തീർന്നതാട്ടോ. പിന്നെ അവൾ കണ്ട് അവളും എടുത്ത് തിന്നു. അങ്ങനെ അണ്ടി മുന്തിരിയൊക്കെ അങ്ങനെ തീർന്നതാണ്. പിന്നെ ക്യാരറ്റും ഇല്ലായിരുന്നു. ക്യാരറ്റ് ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ തൈരിലിട്ടു. അപ്പോൾ ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ വാറ്റി നെയ്യിൽ വാട്ടിയിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞ്. അപ്പോൾ അത് ദമ്മിടൽ ലാസ്റ്റ് അതിനെ അടച്ച് വെച്ച് 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല കനലും ഉണ്ട് അടുപ്പിൽ. പിന്നെ അത് പപ്പടം പൊരിച്ച് ഞാൻ അതിനിടക്ക് പിന്നെ അത് നമ്മൾ ദമ്മെടുത്തു കേട്ടോ. നമ്മൾ ഭക്ഷണം നമുക്ക് എടുത്ത് വെക്കാനായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തതാണ്. പിന്നെ ചോറ് അത്യാവശ്യം വന്നതാണ്, ചിക്കനും മസാലയൊക്കെ ആയതാണ്. അപ്പോൾ അധികം നേരം ദമ്മിടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡിയായി കേട്ടോ. ബിരിയാണി റെഡിയായി. ഇനി നമ്മൾ വിളമ്പി ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ് ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ അല്ലേ. അറിയാത്തവർ വളരെ ചുരുക്കിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ തലേന്ന് പൊളിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്നായി കിട്ടി. അപ്പോൾ അതൊക്കെ ആദ്യം ആക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക ബിരിയാണി. അപ്പോൾ ഇതാ ചോറൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോയിൽ പേപ്പർ എടുക്കണം. നല്ല ചൂടുണ്ട് ചിഹ്നമാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ. ഞാൻ വീഡിയോ എടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവളിതാ എടുക്കുകയാണ്. അങ്ങനെ അതാണ് മസാല എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. മസാല അധികം വെള്ളം ഇതൊക്കെ എല്ലാം ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനായിരുന്നു കേട്ടോ. ചോറ് നല്ലോണം വെന്തിട്ടുണ്ട്, അധികം വെന്തിട്ടില്ല, ആവശ്യത്തിന്. അതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടി. അപ്പോൾ ഉണ്ടാക്കാത്തവർ അറിയാത്തവരൊക്കെ ഒന്ന് നോക്കി ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അച്ചാറുള്ളതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ പപ്പടവും അച്ചാറും തൈരും മതിയെന്ന് കരുതി. അപ്പോൾ ഇതാ മേശമേലെടുത്ത് വെച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.